ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഈ കാണുന്നത് ഓഡിയുടെ Q5 ആണ്, SQ5 ആണ്. അപ്പോൾ ഈ വാഹനം വർക്ക്ഷോപ്പിൽ വന്നിട്ടുണ്ടായിരുന്നത് റിയർ ആക്സിഡൻ്റ് ആയിട്ടാണ് ഈ വാഹനം വർക്ക്ഷോപ്പിൽ വന്നിട്ടുണ്ടായിരുന്നത്. അതേമാതിരി തന്നെ ഈ വാഹനത്തിൽ ഒരു ലൈറ്റിൻ്റെ വാണിംഗ് കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ ലൈറ്റിൻ്റെ വാണിങ്ങും കാര്യങ്ങളും അതേമാതിരി തന്നെ ആക്സിഡൻറ്റ് റിപ്പയറും കാര്യങ്ങളും എല്ലാം തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ ഇതിൻ്റെ അകത്ത് വാണിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല, എല്ലാം തന്നെ ഓക്കെയാണ്. പഴയ മോഡൽ ഓഡി Q5നെ അപേക്ഷിച്ചിട്ട് ഈ ഒരു മോഡലിൽ കുറച്ചധികം വ്യത്യാസങ്ങളൊക്കെ വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിലും അതേമാതിരി തന്നെ സീറ്റിൻ്റെ ലെതറിലും കാര്യങ്ങൾക്ക് നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. ഇതിൻ്റെ അതേമാതിരി തന്നെ ഗിയർ ലിവറിലും അതിൻ്റെ താഴെയായിട്ട് കൊടുത്തിരിക്കുന്ന ലെറ്ററിലൊക്കെ ഒരു നല്ല ഒരു സ്പോർട്ടി ലുക്കും അതേമാതിരി തന്നെ ഇതിൻ്റെ സെൻട്രൽ ഡിസ്പ്ലേയിലൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട്. ഇതിൻ്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. പഴയ മോഡലിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് കാര്യങ്ങളൊക്കെ എല്ലാം തന്നെ ഏകദേശം ഒരേ സെറ്റപ്പിൽ തന്നെയാണ് ഉള്ളത്. വലിയ വ്യത്യാസമൊന്നും മറ്റേ വാഹനങ്ങളെ അപേക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ വന്നിട്ടില്ല. അപ്പോൾ ഈ ഒരു വാഹനത്തിൽ വന്ന സമയത്ത് ഒരു ലൈറ്റിൻ്റെ വാണിംഗ് ഉണ്ടായിരുന്നു. ആ വാണിംഗ് ആണ് ഈ കാണുന്നത്. റൈറ്റ് ബാക്കപ്പ് ലൈറ്റ് എന്ന് പറയുന്ന ഒരു വാണിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ വാണിംഗ് വരാണ്ടായിരുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സിഡൻ്റ് ആയിട്ട് ലൈറ്റ് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളതിൻ്റെ ലൈറ്റ് നമ്മൾ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇതിൽ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു V6 സിംഗിൾ ടർബോ എഞ്ചിനാണ്. അത്യാവശ്യം നല്ല പവർഫുള്ളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിതിൻ്റെ വർക്കും കാര്യങ്ങളും ആക്സിഡൻറ്റ് റിപ്പയറും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാം, ഒരു വലിയൊരു ടർബോ തന്നെ ഇതിൻ്റെ സെൻട്രലായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ഏകദേശം പുതിയ മോഡൽ വാഹനങ്ങളിലെല്ലാം തന്നെ ഈ ഒരു ഡിസൈനിലും അതേമാതിരി തന്നെ ഈ ഒരു സിംഗിൾ ടർബോ ആയിട്ടാണ് ഈ വാഹനങ്ങളൊക്കെ വരുന്നത് ഓഡിയുടെ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിലോ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെയൊക്കെ കുറേയധികം ടെക്നിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അടുത്ത് തന്നെ കുറച്ച് അധികം വീഡിയോകൾ വരുന്നതാണ്. ഇനി അതേമാതിരി തന്നെ ഇതിൻ്റെ അകത്ത് പലർക്കും ഒരു ഡൗട്ട് വരുന്നതാണ്, ഈ ഒരു ലൈറ്റ് ബമ്പറിലുള്ള ഈ ലൈറ്റ് അഴിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ബമ്പർ അഴിച്ചെടുക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ബമ്പർ അഴിക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. ഇതിൻ്റെ ഈ സൈഡിലായിട്ട് തന്നെ ബമ്പറിൻ്റെ ഒരു ചെറിയൊരു കവർ കൊടുത്തിട്ടുണ്ട്. ആ കവറിൻ്റെ സൈഡിലേക്ക് കൂടി നിങ്ങളൊരു വലിയ ഒരു T28 ബോക്സ് സൈഡിലേക്ക് കൂടി ആ കോർണറിലോട്ട് അങ്ങ് കയറ്റി കഴിഞ്ഞാൽ അവിടെ ആയിട്ട് നിങ്ങൾക്കൊരു സ്ക്രൂ കാണാവുന്നതാണ്. അപ്പോൾ ആ ഒരു സ്ക്രൂ അഴിച്ച് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഈ റിയർ ബമ്പറിലുള്ള ഈ ലൈറ്റും കാര്യങ്ങളൊക്കെ അഴിച്ചെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇപ്പോൾ ഞാൻ അഴിച്ചെടുക്കുന്ന വീഡിയോ ഒന്നും ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നമ്മൾ പിടിപ്പിച്ചതിന് ശേഷമുള്ളൊരു വീഡിയോ ആണ്. അഴിക്കുന്ന സമയത്ത് എനിക്കൊരു വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മളിപ്പോൾ വർക്കും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇനി ഏതാർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇടുന്നതാണ് നെക്സ്റ്റ് വണ്ടി വരുന്ന സമയത്ത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ.